മുഅ്മിനുകളും മുവഹ്ഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഫുകൾ പൂർത്തിയാക്കി മുന്നോട്ട് കയറി ഇരിക്കുക. സാധാരണ ജുമ ആരംഭിക്കുമ്പോൾ ഇതേപോലെ ഇരിക്കാറുണ്ടെങ്കിലും ഖുത്ബ തുടങ്ങുമ്പോഴേക്ക് ബാങ്ക് കഴിയുമ്പോഴേക്ക് ആളുകൾ വന്ന് ഫില്ലാവലാണ്. നമ്മൾ നേരത്തെ തന്നെ പള്ളികളിൽ ഓരോ സഫുകൾ പൂർത്തീകരിച്ച് ഇരിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക. ആ രൂപത്തിൽ സഫുകൾ പൂർണ്ണമായിട്ട് പിന്നിലിരിക്കുന്ന ആളുകളൊന്ന് കയറിയിരിക്കുക. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി യാത്ര ചെയ്തിരിക്കുകയാണ്. മിക്ക ആളുകളും ഹജ്ജിന്റെ നിയ്യത്തോടുകൂടി പവിത്രമായ ഭൂമിയിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു അവരുടെ ഹജ്ജും ഉംറയും കർമ്മങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കും അതുപോലെ ഹജ്ജ് നിർവഹിക്കാനും പരിശുദ്ധ ഭവനത്തിൽ എത്തിച്ചേരാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ്, അയവിറക്കിക്കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ ഓരോ ദുൽഹിജ്ജ മാസവും കടന്നു പോകുന്നത്. എന്നല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കാത്ത, അദ്ദേഹത്തിന്റെ നാമം ഉച്ചരിക്കാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ നമസ്കാരത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹീമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നൽകിയതുപോലെയുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനും നൽകണേ, മുഹമ്മദ് നബിക്കും നൽകണേ എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം, മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബർക്കത്ത് ചൊരിയണേ എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ, സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്തതുപോലെ നീ ബർക്കത്ത് ചെയ്യണേ എന്നാണ് നമ്മൾ പറയുന്നത്. ഇബ്രാഹിം നബിക്ക് നൽകിയതുപോലെ മുഹമ്മദ് നബിക്കും നൽകണേ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എത്ര വലിയ ഉന്നതമായ സ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഓർക്കാതെ, ഇബ്രാഹിം നബിയുടെ മാതൃക പിൻപറ്റാതെ ഒരാൾക്കും യഥാർത്ഥ വിശ്വാസിയാവാൻ സാധിക്കുകയില്ല. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സഹു, അള്ളാഹുവിന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിസ്മരിച്ചുകൊണ്ട് ഒരാൾക്കും നേർമാർഗം പ്രാപിക്കാൻ സാധ്യമല്ല എന്നുള്ള സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. ഒരുപാട് വിശേഷണങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഒരുപാട് വിശേഷണങ്ങളിലൂടെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകൂ മിനൽ മുശ്രിക്കീൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഇന്ന ഇബ്രാഹിം, തീർച്ചയായും ഇബ്രാഹിം, കാന ഉമ്മ, അദ്ദേഹം ഒരു സമുദായമായിരുന്നു, ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിനോട് വിനയത്തോടു കൂടിയുള്ള ഭക്തിയുള്ള മനുഷ്യനായിരുന്നു, ഹനീഫ, അദ്ദേഹം ഋജുമാനസനായിരുന്നു, വലം യകൂ മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കുകളിൽപ്പെട്ട മനുഷ്യനായിരുന്നില്ല, ശാകിറൻ ലി അൻഉമിഹി, അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾക്ക് നന്ദിയുള്ള മനുഷ്യനായിരുന്നു, ഇജ്തബാഹു വഹദാഹു, അദ്ദേഹത്തെ അള്ളാഹു തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് അള്ളാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, സന്മാർഗത്തിലേക്ക്, നേരായ പാതയിലേക്ക് അള്ളാഹു അദ്ദേഹത്തിന് വെളിച്ചം നൽകുകയും ചെയ്തിരിക്കുന്നു. വആതൈനാഹു ഫിദ്ദുനിയാ ഹസന വഇന്നഹു ഫിൽ ആഖിറതി മിനസ് സ്വാലിഹീൻ, ദുനിയാവിൽ അദ്ദേഹത്തെ നല്ലവനായിട്ട്,
ശ്രേഷ്ഠനായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്ത് അദ്ദേഹം ശ്രേഷ്ഠന്മാരുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ വേറെയും ഒരുപാട് പേരുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ഖാന ഉമ്മ, അദ്ദേഹം ഒരു സമൂഹമായിരുന്നു, അദ്ദേഹം ഒരു സമുദായമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്, ഒരാൾക്കൂട്ടത്തിന്, ഒരു സംഘടിതമായ ഒരാളുകൾക്ക്, ഒരു വിഭാഗം സംഘത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നു, ആരെയും ഭയപ്പെടാതെ. നമുക്ക് ഒറ്റപ്പെടുമ്പോൾ, ഒറ്റക്കായിരിക്കുമ്പോൾ നമുക്കെല്ലാം പേടിയുണ്ടാവാറുണ്ട്. എന്നാൽ ഒറ്റക്കായിരുന്നിട്ട് പോലും പേടിക്കാതെ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ എന്റെ പിന്നിൽ ആളുകളുണ്ടല്ലോ, എന്റെ കൂടെ ആളുകളുണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യമുണ്ടാകും. എന്നാൽ കൂടെ ആരുമില്ലാതിരുന്നിട്ടും കൂടെ ആളുണ്ട് എന്നതുപോലെയുള്ള ധൈര്യത്തോടുകൂടി ഇസ്ലാമിക പ്രബോധനം ഏകനായ അള്ളാഹുവിനെ, സ്രഷ്ടാവിനെ, റബ്ബിനെ, റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സമുദായം എന്ന്, ഉമ്മത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. വിവിധങ്ങളായ സൃഷ്ടികളെ ആരാധിക്കുന്ന ആളുകളായിരുന്നു ആ ജനത. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. പലതരത്തിലുള്ള സൂര്യനെ ആരാധിക്കുന്ന ആളുകളുണ്ട്, ചന്ദ്രനെ ആരാധിക്കുന്നതുണ്ട്, അതേപോലെ അഗ്നിദേവനെ ആരാധിക്കുന്നവരുണ്ട്, അതുപോലെ 30 കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന, മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കല്ലുകളെയും, അതേപോലെ തന്നെ മനുഷ്യൻ തന്റെ കാലത്തുണ്ടായിരിക്കുന്ന ആളുകളെപ്പോലും ആരാധിക്കുന്ന, മനുഷ്യരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ മനുഷ്യരെത്തിപ്പോയിരിക്കുന്ന സാഹചര്യം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ആ ഒരു സമൂഹത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നക്ഷത്രത്തെ ആരാധിക്കുന്ന ആളുകൾ, സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ, ചന്ദ്രനെ ആരാധിക്കുന്ന ആളുകൾ. അവരോടാണ് ചോദിക്കുന്നത്, ഫലമ്മ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബ, രാത്രിയായപ്പോ അദ്ദേഹം ഇങ്ങനെ നക്ഷത്രത്തെ കാണുകയാണ്. അദ്ദേഹം അവരോട് പറഞ്ഞു, ഖാല ഹാദാ റബ്ബി, ഇതാ എന്റെ റബ്ബ്, നക്ഷത്രമാകുന്നു എന്റെ റബ്ബ്. കുറച്ചു കഴിഞ്ഞു ഫലമ്മ അഫല, അതങ്ങോട്ട് മറഞ്ഞുപോയി. ആ നക്ഷത്രം മറഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, ഇല്ല, ഇങ്ങനെ മറഞ്ഞു പോകുന്ന, അസ്തമിക്കുന്ന ഒരു വസ്തുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയാണ് ഞാൻ ആരാധിക്കുക. കുറച്ചു കഴിഞ്ഞാൽ അസ്തമിച്ചു പോകുന്ന ഒരു വസ്തുവിനെ എങ്ങനെയാണ് എനിക്ക് ആരാധിക്കാൻ കഴിയുക? ഫലമ്മാ റഅൽ ഖമറ ബാസിഗ, അതിനുശേഷം ഖബർ ഉദിച്ചു, ചന്ദ്രൻ ഉദിച്ചു. ആ ചന്ദ്രന്റെ ആ വെളിച്ചം ഇങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാ എന്റെ റബ്ബ് എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ചന്ദ്രനും അസ്തമിക്കുകയാണ്. ഫലമ്മ അഫല, ചന്ദ്രനും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലിൻ, ഞാൻ എങ്ങനെയാണ് ആ ചന്ദ്രനെ ആരാധിക്കുക? എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും ഇതുപോലെ പിഴച്ചവരിൽ പെട്ടുപോകുമായിരുന്നു. അതുകൊണ്ട് അസ്തമിച്ചു പോകുന്ന ചന്ദ്രൻ, ആ ചന്ദ്രൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചന്ദ്രൻ എന്ന് പറയുന്നത് മറ്റാരുടെയോ കൃത്യമായ ഒരു വലയത്തിലാണ്. അങ്ങനെയുള്ള ഒരു ചന്ദ്രനെ ഞാൻ എങ്ങനെയാണ് ഖമറിനെ ആരാധിക്കുക? ഫലമ്മാറ ശംസ ബാസിഗ, അതിനുശേഷം സൂര്യൻ ഉദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാ എന്റെ റബ്ബ് എന്ന് പറഞ്ഞു. അക്ബർ, ഹാദാ അക്ബർ, ഇത് ഏറ്റവും വലിയ എന്റെ റബ്ബാണ്, എന്റെ രക്ഷിതാവാണ് എന്ന് പറഞ്ഞു. ഫലമാ അഫലത്ത്, അതും അസ്തമിച്ചു പോയപ്പോൾ ഖാല, അദ്ദേഹം പറയാണ്, യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ യസ്കുറൂൻ, എന്റെ ചങ്ങായിമാരെ, എങ്ങനെയാണ് ഈ പങ്കു ചേർക്കുന്ന ആളുകളിൽ ഞാൻ എങ്ങനെയാണ് പങ്കെടുക്കുക? ഞാൻ അതിൽ നിന്നും ഒഴിവാണ്. ഇങ്ങനെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടികളെ ആരാധിക്കുന്ന വിഡ്ഢിയല്ല ഞാൻ എന്ന്, ഞാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കുക എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രവാചകൻ. എന്നിട്ട് അദ്ദേഹം പറയുന്ന പ്രതിജ്ഞയുണ്ട്. അതിനുശേഷം അദ്ദേഹം ആ സമൂഹത്തെ പഠിപ്പിക്കുന്ന, അവരുടെ മുമ്പിൽ പറയുന്ന പ്രതിജ്ഞ, ആ പ്രതിജ്ഞയാണ് നമസ്കാരത്തിൽ കൈകെട്ടിക്കൊണ്ട് നമ്മളും പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇത് തന്നെയാണല്ലോ നമ്മളും നമസ്കാരത്തിൽ പറയുന്നത്. നമ്മളെന്നും ചൊല്ലാറുണ്ട്, എപ്പോഴും ചൊല്ലാറുണ്ട്. പക്ഷെ എന്താണ് അതിന്റെ ആശയമെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാചകമാണ്, ഇന്നി
വജ്ഹതു വജ്ഹിയ ലില്ലദീ, എന്റെ മുഖത്തെ ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു, ഫതറസ് സമാവാതി വൽ അർള്, നിങ്ങൾ ആരാധിക്കുന്ന സൂര്യനെയും നിങ്ങൾ ആരാധിക്കുന്ന ചന്ദ്രനെയും നിങ്ങൾ ആരാധിക്കുന്ന നക്ഷത്രങ്ങളെയും നിങ്ങൾ ആരാധിക്കുന്ന ഭൂമിദേവിയെയും ഈ പ്രപഞ്ചത്തെ സകലമാനത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നവനാണ് ഞാൻ എന്റെ മുഖത്തെ സമർപ്പിച്ചിരിക്കുന്നത്, എന്നെ സമർപ്പിച്ചിരിക്കുന്നത് ഹനീഫൻ, ഋജുമനസ്കനായിക്കൊണ്ട് ശരിയായ മാർഗത്തിൽ നിലകൊണ്ടുകൊണ്ട്, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും മുശ്രിക്കുകളിൽപ്പെട്ടവനെയല്ല എന്നുള്ള പ്രഖ്യാപനം. അപ്പൊ നമ്മൾ നമസ്കാരത്തില് വജ്ഹത്ത് ചൊല്ലുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെയും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, പരാമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകനായ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ് ഈ നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ പ്രതിജ്ഞയെടുക്കുമ്പോൾ. അതുപോലെ അദ്ദേഹം ഹനീഫായിരുന്നു. ഹനീഫ് എന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിൽ നിലകൊള്ളുന്ന മനുഷ്യൻ, ഋജുമനസ്കനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളും അതേപോലെ കർമ്മങ്ങളും തമ്മിൽ പരസ്പരം യോജിപ്പുണ്ടാകും. അതൊരു സത്യവിശ്വാസി അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് നമസ്കരിക്കുമ്പോൾ നമ്മളും ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറയുന്നത്. ഞാൻ ഹനീഫാണ്, എന്റെ വാക്കുകളും എന്റെ കർമ്മങ്ങളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്, പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് 5 നേരവും. അതേപോലെ തന്നെ ആ ഒരു ഹനീഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ദൃഢബോധമാണ്. അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹനീഫായിരിക്കണം, വക്രതയില്ലാത്തവരായിരിക്കണം. വാഗ്ദാനം ചെയ്താൽ വാഗ്ദത്തം ചെയ്താൽ പാലിക്കുന്ന ആളുകളായിരിക്കണം. കടം വാങ്ങിയാൽ ആ കടം തിരിച്ചു കൊടുക്കുന്ന ആളുകളായിരിക്കണം. പലിശ വാങ്ങാത്തവരായിരിക്കണം, പലിശ കൊടുക്കാത്തവരായിരിക്കണം, ലോൺ എടുക്കാത്തവരായിരിക്കണം. അള്ളാഹു എന്റെ മുമ്പിൽ വഴി തുറന്നു തരും എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലിശ കൊണ്ട് ലോൺ എടുത്ത് കാര്യങ്ങൾ സാധിക്കേണ്ട ആവശ്യം ആ ഒരു മനുഷ്യന് ഹനീഫായ മനുഷ്യനുണ്ടാവുകയില്ല. പലിശക്ക് കൊടുക്കുന്ന മനുഷ്യനും പലിശ വാങ്ങുന്ന മനുഷ്യനും വാഗ്ദത്തം ലംഘിക്കുന്ന മനുഷ്യനും ലോൺ എടുക്കുന്ന മനുഷ്യനും ഞാൻ ഹനീഫാണ് എന്ന് പറയാനുള്ള യോഗ്യതയും അർഹതയുമില്ല തൗബ ചെയ്യുന്ന കാലത്തോളം, തൗബ ചെയ്യാതിരിക്കുന്ന കാലത്തോളം എന്ന് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നാലും തളരുകയില്ല എന്നുള്ള ബോധവും ചിന്തയും ദൃഢവിശ്വാസവുമാണ് ഹനീഫ് എന്ന പദത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതാണ് ഇബ്രാഹിം നബിയുടെ മാതൃക. അതാണ് ഫത്തബിഉ മില്ലത ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാതൃകയെ നിങ്ങൾ പിൻപറ്റണം, അദ്ദേഹത്തിന്റെ മില്ലത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാനിതൻ ലില്ലാഹ്, അദ്ദേഹം ഖാനിത്തായിരുന്നു, ഖുനൂത്ത് ചെയ്യുന്ന ഖുനൂത്തുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ വിനയവും അനുസരണയും ഒരുപോലെയുള്ള ആളുകൾക്കാണ് പറയുന്നത്. മറിയം ബീവിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമറിയം ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. അവരെന്ന് പറഞ്ഞാൽ ഖാനിത്തായിരുന്നു, അള്ളാഹുവിനോട് ഭയവും വിനയവും ഒരുപോലെയുള്ള മനുഷ്യനായിരുന്നു, ഒരു മഹദിയായിരുന്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായിട്ട് ലോകർക്ക് മുഴുവനും മാതൃകയായി കൊണ്ട് മറിയം ബീവിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹുവിനോട് ഭയമുണ്ടായിരുന്നു, അള്ളാഹുവിനോട് വിനയമുണ്ടായിരുന്നു. അതാണ് ഖാനിത്ത് എന്ന് പറഞ്ഞത്. യഥാർത്ഥ സ്വർഗാവകാശികളായ വിശ്വാസികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അസ്വാബിരീന വസ്വാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അസ്വാബിരീൻ ക്ഷമയുള്ള ആളുകളാണ്, വസ്വാദിഖീൻ സത്യസന്ധരായ ആളുകളാണ്, വൽ ഖാനിതീൻ ഭയമുള്ളവരും വിനയമുള്ളവരുമായ ആളുകളുമാണ് എന്നാണ്. അപ്പൊ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ, സ്വർഗാവകാശി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യൻ ഖാനിത്തായിരിക്കും, ഭയമുണ്ടാകണം, അള്ളാഹുവിനോടുള്ള വിനയമുണ്ടാകണം. അതാണ് ഖാനിത്തൻ ലില്ലാഹ് എന്ന് പറയുന്നത്. അതുപോലെ ശാകിറൻ ലി അൻഉമിഹി,
തന്റെ നിഅമത്തുകൾക്ക്, തന്റെ അനുഗ്രഹങ്ങൾക്ക് അദ്ദേഹം നന്ദിയുള്ളവനായിരുന്നു എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയെ അള്ളാഹു ഷാക്കിർ എന്ന് പ്രത്യേകം വിശേഷിപ്പിച്ചു. നമ്മളിപ്പോ കഴിഞ്ഞ ഖുത്ബകളിലെല്ലാം സൂചിപ്പിച്ചത് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ചാണ്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കുക എന്നുള്ളതാണ്. ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നമ്മൾ അനുഭവിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാവർക്കും ലഭിക്കുന്നത് പോലെ കണ്ണുണ്ട്, കാതുണ്ട്, ശ്വസിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭൂമിയുണ്ട്, ഭൂമിയിലുള്ള എല്ലാം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അഗ്നിയിലേക്ക്, തീയിലേക്ക് എറിയാൻ വേണ്ടി കൽപ്പിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ പ്രായം കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 16 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തെ അഗ്നിയിലേക്ക് എറിയാൻ വേണ്ടി കൽപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കളൊക്കെ പൊട്ടിത്തെറിക്കുന്ന പ്രായമാണ് 16. നമ്മുടെയൊക്കെ 16ാമത്തെ വയസ്സിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ മക്കളും അനിയന്മാരും ആ പ്രായത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നോക്കണം. ആ ഒരു വയസ്സ്, 16 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം നിരന്തരം നടത്തിക്കൊണ്ട് ഒരു സമുദായമാണ്, ഉമ്മത്താണ് എന്ന പേര് നേടിക്കൊണ്ട് അദ്ദേഹത്തെ തീയിലേക്ക് എറിയാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ അള്ളാഹു തീയോട് പറയുകയാണ്, ഖുൽ നാം തീയോട് പറഞ്ഞു, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹീമിന് തീയെ നീ തണുപ്പും സമാധാനവും നൽകണം എന്നാണ്. പലപ്പോഴും ആളുകൾ ചിരിക്കും, അല്ലെങ്കിൽ പരിഹസിക്കും. കത്തിക്കൊണ്ടിരിക്കുന്ന തീക്ക് തണുപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? ഒരു ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമൊക്കെ പറയണ്ടേ എന്ന് ആളുകൾ സംശയിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു സമയമുണ്ടല്ലോ, നമ്മുടെ ജൂണിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മെയ് മാസം. ഈ മെയ് മാസത്തിൽ കനത്ത ചൂടിന്റെ സമയമാണ്. നമ്മുടെ വാനലോക നിരീക്ഷകന്മാരൊക്കെ പറഞ്ഞത് ഈ നൂറ്റാണ്ടിലെ 100 വർഷങ്ങൾക്കിടയിലുള്ള ഏറ്റവും കഠിനമായ ചൂടിനാണ് നമ്മുടെ കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്നാണ്. പക്ഷേ കഴിഞ്ഞ മാസം മെയ് മാസത്തിലും ഏപ്രിൽ മാസത്തിലും എത്രത്തോളം ചൂടനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എത്ര നിമിഷങ്ങൾ കൊണ്ടാണ് കനത്ത ചൂടിനെ അള്ളാഹു തണുപ്പാക്കി മാറ്റിയത്. നമ്മൾ പുറത്ത് നല്ല കനത്ത ചൂടിൽ പള്ളിക്കുള്ളിലേക്ക് കയറുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് ഈ പള്ളിയുടെ ഉള്ളു തണുപ്പിക്കുന്ന സംവിധാനങ്ങളില്ലേ? മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ട് ചൂടുള്ള റൂമിനെ തണുപ്പാക്കി മാറ്റാൻ മനുഷ്യന് കഴിയുന്നുണ്ട്. എന്നിട്ടും മനുഷ്യന് അള്ളാഹുവിന് തീക്ക് സമാധാനവും തണുപ്പും നൽകണം എന്ന് ത്രീയെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവ് പറയുമ്പോൾ അതിന് തണുപ്പ് ലഭിക്കും എന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ വളർന്നിട്ടില്ല എന്നാണ്. നമ്മുടെ അന്തരീക്ഷം എത്ര പെട്ടെന്നാണ് മാറുന്നത്! എത്ര പെട്ടെന്നാണ് ഈ തണുത്തു നിൽക്കുന്ന ഈ അന്തരീക്ഷം ചൂടിലേക്ക് മാറാൻ നിമിഷങ്ങൾ മാത്രം മതിയല്ലോ. നമ്മൾ നല്ല തണുപ്പാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്നത് ചൂടാണ് എന്നതിലേക്ക് മാറാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് അള്ളാഹുവിന് കാര്യങ്ങൾ കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ. അള്ളാഹു ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മതി, സൃഷ്ടാവ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മതി, അത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോ തീയിലേക്ക് എറിയുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, അള്ളാഹു ഭരമേൽപ്പിക്കാൻ മതിയായവനാണ് എന്നാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവിതത്തിൽ വലിയ പ്രാരാബ്ധങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്റെ കൂടെ അള്ളയുണ്ട്, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറയാനുള്ള നമ്മുടെ ദൃഢവിശ്വാസമുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും എന്നാണ്. അങ്ങനെയുള്ള തവക്കുലിന് അള്ളാഹു നൽകിയ ഒരു സമ്മാനമായിരുന്നു അദ്ദേഹത്തെ തീയിലേക്ക് എറിയുമ്പോൾ ആ തീക്ക് തണുപ്പും സമാധാനവും നൽകിയത്. അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിന് കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നന്ദി കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് മക്ക എന്ന് പറയുന്ന രാജ്യം. ഒന്നുമില്ലായിരുന്നു അവിടെ. വലൈസ ബി മക്കത്ത യൗമഇദിൻ അഹദുൻ, ഒരു മനുഷ്യരുമില്ലായിരുന്നു. വലൈസ ബിഹാദാ മാഉൻ, കുടിക്കാനുള്ള അല്പം വെള്ളം പോലുമില്ലാത്ത മരുഭൂമിയായിരുന്നു മക്ക എന്ന് പറയുന്ന പ്രദേശം. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രായാധിക്യത്തിൽ
തനിക്ക് 100 വയസ്സുള്ളപ്പോൾ ഉണ്ടായിരിക്കുന്ന പിഞ്ച് കുഞ്ഞിനെയും കൊണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അതിന്റെ മാതാവിനെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര വന്ന് അവിടെ താമസിപ്പിക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ ഫതബഅതുഹു ഉമ്മു ഇസ്മായിൽ, ഇസ്മായിലിന്റെ ഉമ്മ പിന്നാലെ ഇബ്രാഹിം നബി പോവുകയാണ്. അവ പിന്നാലെ പോയിട്ട് ഫഖാലത്ത്, അവര് ചോദിക്കുകയാണ്, ഐന തദ്ഹബു തത്റുകുനാ ബിഹാദൽ വാദില്ലദി ലൈസ ഫീഹി അനീസും വലാ ശൈഉൻ. ഞങ്ങൾക്ക് യാതൊരു സഹായവും കിട്ടാത്ത, സഹായിക്കാൻ ആരുമില്ലാത്ത, ഞങ്ങൾക്ക് കഴിക്കാൻ പ്രത്യേകം ഭക്ഷണമൊന്നും ലഭിക്കാത്ത ഈ ഒരു നാട്ടിൽ ഞങ്ങളെ വിട്ടുകൊണ്ട് നിങ്ങൾ പോവുകയാണോ എന്ന് പിന്നാലെ പോയിട്ട് ഭർത്താവിനോട് ചോദിക്കുകയാണ്. അദ്ദേഹം മിണ്ടാതെ വീണ്ടും നടന്നു പോകുന്നു. പിന്നാലെ തന്നെ പോയിട്ട് വീണ്ടും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ് ഇസ്മായിൽ നബിയുടെ ഉമ്മ ഹാജർ അലൈഹിസ്സലാം. അപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചൊന്നും പറയാതെ നടന്നു പോവുകയാണ്. പിന്നാലെ പോയിട്ട് മൂന്നാമതും ഹാജർ ചോദിക്കുന്നത്, അല്ലാഹു ആമുറുക ഹാദാ, അങ്ങ് പോകുന്നത്, ഞങ്ങളെ വിട്ടേച്ചുകൊണ്ട് ഒറ്റക്കാക്കിയിട്ട് ഈ നാട്ടിൽ വിട്ടു പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണോ, അള്ളാഹുവിന്റെ കൽപ്പനയാണോ താങ്കൾ പോകാൻ കാരണം എന്ന് മൂന്നാമത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അത് കേട്ടപ്പോ ഉമ്മു ഇസ്മായിൽ ഹാജർ അലൈഹിമസ്സലാം അവര് പറയുകയാണ്, ഇദല്ലാ യുളയ്യഹുമാ, എങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണ് എങ്കിൽ ഞങ്ങൾക്ക് പരിഭവമില്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണ് എങ്കിൽ ഞങ്ങൾക്ക് പരാതിയില്ല. ഉമ്മു ഇസ്മായിൽ തിരിച്ചിങ്ങോട്ട് നടക്കുകയാണ്. നമ്മളൊക്കെ ഒരു മീറ്റിങ്ങിന് പോകുമ്പോ അല്പം വൈകിപ്പോയാൽ, അതല്ലെങ്കിൽ ഒരു സമ്മേളനത്തിന് പോകുമ്പോ വീട്ടിലേക്ക് മീൻ വാങ്ങിയിട്ടില്ല എങ്കിൽ, അരി വാങ്ങാൻ വിട്ടുപോയിട്ടില്ല എങ്കിൽ നമ്മുടെ വീട്ടുകാർ സംസാരിക്കുന്ന രീതി എങ്ങനെയായിരിക്കും? അതിനെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുമോ? എപ്പം നോക്കിയാലും മീറ്റിംഗ് ആണ്, എപ്പം നോക്കിയാലും പരിപാടിയാണ്, എപ്പം നോക്കിയാലും പള്ളിയാണ്, വീട് നോക്കാൻ സമയമില്ല, മക്കളെ നോക്കാൻ സമയമില്ല എന്ന് പരിഭവം പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ല. അതൊരാണിന്റെ ഒരു സഹജ സ്വഭാവമാണ്. ഒരു കാര്യത്തിന് പോകുമ്പോ വെറുതെ ഇങ്ങനെ ശല്യം ചെല്ലിയുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നത്. ഇത് സ്വയം മനസ്സിലാക്കണം. ഇത് അള്ളാന്റെ കൽപ്പനയാണ്. ഞാനങ്ങനെ വെറുതെ വിട്ടേച്ചു പോവുകയില്ല. ഞാൻ നിന്നെ സ്വീകരിച്ചവനാണ്, ഞാൻ നിന്റെ ഭർത്താവാണ് എന്നുള്ള ബോധം നിനക്കുണ്ടാവണമെന്നുള്ള ചിന്തയുണ്ടാകും. അങ്ങനെ പോകുന്നതാണ്, നന്മക്ക് വേണ്ടി പോകുന്നതാണ്, നല്ല കാര്യത്തിലേക്ക് പോകുന്നതാണ്. ഒരു നല്ല മനുഷ്യൻ ചീത്തയിലേക്ക് പോവുകയില്ല, നല്ലതിന് പോകുമ്പോൾ തടയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് അദ്ദേഹം ഒരു പുരുഷ സഹജമായി അദ്ദേഹം മറുപടി പറയാതെ നടന്നു നീങ്ങുകയാണ്. വീണ്ടും അവർ ആവർത്തിച്ചുകൊണ്ട് ചോദിച്ചു. അവർക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് മൂന്നാം തവണ ചോദിക്കുന്നു, അല്ലാഹു ആമുറുക ഹാദാ, അള്ളാന്റെ കൽപ്പനയാണോ എന്ന്. അത് നേരത്തെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നഅം, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പോഴാണ് ഒരു മാതാവ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മഹതി, അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ഉമ്മ, അള്ളാഹുവിന്റെ കൽപ്പനയാണ് എങ്കിൽ പരിഭവമില്ല, പ്രയാസമില്ല, അങ്ങ് പോയിക്കൊള്ളുക എന്ന് സമ്മതം കൊടുക്കുന്ന ഒരു ഭാര്യ. അതാണ് ഹാജറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രയാസമില്ലാത്തത് കൊണ്ടല്ല, അദ്ദേഹം വിട്ടേച്ചു പോകുന്നത് മരുഭൂമിയിലാണ് എന്ന ബോധമില്ലാത്തത് കൊണ്ടല്ല, അതൊരു തവക്കുൽ കൂടിയായിരുന്നു. അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അവിടെ കുടിക്കാൻ വെള്ളമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം, അവിടെ ഭക്ഷണമില്ല എന്നറിയാം, സഹായിക്കാൻ ആളില്ല എന്നറിയാം. അതുകൊണ്ടാണ് കുറച്ചുകൂടി നടന്ന് മുമ്പോട്ട് നീങ്ങിയിട്ട് ആ കുടുംബത്തെ കാണുന്ന കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ കഅബക്ക് സമീപത്തേക്ക് മുഖം നോക്കിയിട്ട് കണ്ണീരൊഴുക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പിഞ്ചോമന ചോരപ്പൈതൽ, പാല് കുടിക്കുന്ന കുഞ്ഞാണ്, ഭക്ഷണം കഴിക്കാൻ പ്രായമാകാത്ത ചോരപ്പൈതലാണ്. ആ പൈതലിനെ വിട്ടേച്ചു പോകാൻ ഒരു ഉപ്പാക്ക് മനസ്സുണ്ടാവുകയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെതായ കൽപ്പന, ആ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ നടന്നു പോയിട്ട് അവര് കൺമുന്നിൽ നിന്ന് മറഞ്ഞപ്പോൾ അദ്ദേഹം കഅബക്ക് നേരെ കൈ ഉയർത്തിയിട്ട് നടത്തുന്ന പ്രാർത്ഥനയുണ്ട്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ എന്ന്. എന്റെ റബ്ബേ എന്നല്ല, ഞങ്ങളുടെ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നി അസ്കത്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരു ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം.
ഒന്നും കിട്ടാനില്ലാത്ത, ഭക്ഷണമില്ലാത്ത ഒരു മലഞ്ചെരുവിൽ എന്റെ മക്കളെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. ദുരിയത്തി എന്റെ മക്കൾ എന്ന് പറയുമ്പോ എന്റെ ഭാര്യയും കുഞ്ഞുമാണ് അദ്ദേഹം മക്കൾ എന്ന് പറഞ്ഞത്. അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് റബ്ബേ, താമസിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും റബ്ബന, എന്റെ റബ്ബേ യുഖീമുസ്സലാ, നിനക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെ നമസ്കരിക്കുന്നവരായവരെ മാറാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു പള്ളിയുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതലുള്ള കാട് പിടിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ വരാത്ത ഒരു പള്ളി അവിടെയുണ്ട്. നമസ്കാരം നടക്കാത്ത ഒരു പള്ളിയുണ്ട്. ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നമസ്കരിക്കുന്ന ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു പള്ളി അവിടെയുണ്ട്. ആ പള്ളിയിൽ നമസ്കാരം നടക്കാൻ വേണ്ടിയിട്ട്, എന്റെ മക്കൾ അവിടെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട്, എന്റെ തലമുറ അവിടെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ റബ്ബേ അവിടെ ഞാനിതാ വെച്ചിട്ട് പോവുകയാണ്. ഫജ്അൽ അഫ്ഇദത മിനൻ നാസി തഹ്വീ ഇലൈഹിം. ആളുകളൊന്നുമില്ല, പക്ഷേ അവരിലേക്ക് ആളുകൾ ആകർഷിച്ചിങ്ങോട്ട് വരണം, അവിടെ വന്ന് താമസം തുടങ്ങണം. അങ്ങനെ താമസിക്കുന്ന ഒരു ജനതയുണ്ടാകാൻ വേണ്ടിയിട്ട് റബ്ബേ ഞാൻ പോവുകയാണ്. അവരെ അവിടെ ആക്കിയിട്ട് വർസുഖ്ഹും മിനസ് സമറാത്ത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ജോലിയുള്ള നമ്മൾക്ക്, പണമുള്ള നമ്മൾക്ക്, പണമുണ്ടാക്കാൻ മാർഗമുള്ള നമ്മളാണ് ലോൺ എടുക്കുന്നത്. കുറച്ചു കാലം കൂടി കാത്തിട്ട് വീടുണ്ടാക്കിയാൽ മതി എന്ന് ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കില്ല. ഒരു തുള്ളി വെള്ളമില്ലാത്തൊരു നാട്ടിൽ, ഒരു പച്ചപ്പുല്ലില്ലാത്ത നാട്ടിൽ, ഭക്ഷണത്തിന് യാതൊരു വകയുമില്ലാത്തൊരു നാട്ടിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, വർസുഖ്ഹും മിനസ് സമറാത്ത്. റബ്ബേ അവർക്ക് തിന്നാൻ കായ്കനികൾ കൊടുക്കണേ എന്ന്, തിന്നാൻ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പോകുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമുക്ക് മാതൃകയില്ലേ? എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. അതിനുശേഷമാണ് കയ്യിൽ കൊണ്ടുവന്ന ഭക്ഷണവും വെള്ളവുമെല്ലാം തീർന്ന് ആ കുഞ്ഞിനൊരൽപ്പം വെള്ളം കൊടുക്കാൻ വേണ്ടി നെട്ടോട്ടമോടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന, പരിഭ്രാന്തയായിരിക്കുന്ന ഹാജർ അലൈഹിസ്സലാം സഫാ മർവയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഓർത്തുകൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങൾ ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ സഫായിലും മർവായിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓടിയിട്ട് സഅയ് നടത്തിയിട്ട് കാര്യമില്ല. ഒന്നുമില്ലാത്തതിൽ നിന്നും റബ്ബിനോട് ചോദിച്ചാൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൂടി വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് സഅയ് നടത്തുന്നത് എന്നുള്ള ബോധം അത് നിർവഹിക്കുന്നവർക്കും അതിനെക്കുറിച്ച് അറിയുന്ന നമുക്കുമുണ്ടാകണം. ആ സഅയിന്റെ ഇടയിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തിയോടുകൂടി ഓടുന്നതിന്റെ ഇടയിലാണ് സംസം എന്ന് പറയുന്ന മഹാ ഉറവ അള്ളാഹു അവർക്ക് നൽകുന്നത്. വർസുഖ്ഹും മിനസ് സമറാത്ത്. അവർക്ക് തിന്നാൻ കൊടുക്കണം, കുടിക്കാൻ കൊടുക്കണം, കായ്കനികൾ കൊടുക്കണം എന്നുള്ള പ്രാർത്ഥന സ്വീകരിക്കുന്നതിന്റെ ആദ്യ പടിയാണ് സംസം. നീരുറവ ഇങ്ങനെ ഒഴുകി, എവിടെ നിന്നോ പാറി വീഴുന്ന പക്ഷികളൊക്കെ അവിടെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു വെള്ളം കണ്ടിട്ട്. ഒന്നുമില്ലാത്തൊരു നാടായതുകൊണ്ട് ആളുകളെല്ലാം അങ്ങനെ പോകും, അവിടെയൊന്നും ആളുകൾ നോക്കുകയില്ല. പക്ഷേ പക്ഷികൾ വട്ടമിട്ട് പറക്കുമ്പോൾ എന്തോ ഉണ്ടാകും എന്നുള്ള നിലക്ക് ആ വഴിയെ കടന്നു പോകുന്ന കച്ചവട സംഘം ഒന്ന് നിർത്തി അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അവിടെ വെള്ളത്തിന്റെ ചാല് സംസം കാണുന്നത്. അങ്ങനെ അവിടേക്ക് വന്ന് അവിടെ താമസിച്ച് ആളുകളുണ്ടായി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു. പിതാവിന്റെ കൂടെ അധ്വാനിക്കാനുള്ള 12-13 വയസ്സായപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നു. അവർ രണ്ടുപേരും കൂടി വിശുദ്ധമായ കഅബാലയം പടുത്തുയർത്തുന്നത്. എന്നിട്ടും പ്രാർത്ഥിച്ചു, വഇദ് യർഫഉ ഇബ്രാഹിം ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. റബ്ബേ സ്വീകരിക്കണേ, ഞങ്ങൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. നമ്മളൊരു പള്ളി ഉണ്ടാക്കിയാൽ നമ്മളിങ്ങനെ കാലാകാലം ഞാൻ ആ പള്ളിക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്നവരാണ്, പള്ളിയെ ഭരിക്കുന്നവരാണ്, പള്ളി എന്റേതാണ്, മുതലാളിയാണ് എന്ന് ധരിക്കുന്ന ആളുകളാണ്. ഒരു പള്ളി സ്വന്തമായി പടുത്ത് കൈകൾ കൊണ്ട് പടുത്തുയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ സ്വീകരിക്കണേ, റബ്ബന തഖബ്ബൽ മിന്ന, സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്ന് ആ നാട്ടിൽ സംസം പൊട്ടി ഉറവയൊഴുകി, അത് ഒഴുകിക്കൊണ്ടിരുന്നു. ആളുകൾ വന്ന് താമസിച്ചു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചു. ആളുകൾ വന്നു, അവർക്ക് മക്കളുണ്ടായി, പരമ്പരയുണ്ടായി. ഇന്ന്
മക്ക രാജ്യത്ത് കിട്ടാത്ത എന്തെങ്കിലും ഒരു വസ്തു ലോകത്തെവിടെയെങ്കിലും നമുക്ക് കിട്ടുമോ? ആ രൂപത്തിലേക്ക് വളർന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ. വർസുഖ്ഹും മിനസ് സമറാത്ത്, അവർക്ക് ആഹാരം കൊടുക്കണം റബ്ബേ, അവർക്ക് ആഹാരം കൊടുക്കണം റബ്ബേ. നമസ്കരിക്കുന്നവരാക്കണം, മനുഷ്യരിലുള്ള ആളുകളെ അവരിലേക്ക് ചായ്ക്കണം, അവരിലേക്ക് കൊണ്ടുവരണം, ആകർഷിക്കണം. അങ്ങനെ ലോകം മുഴുവൻ ആ നാട്ടിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മക്ക രാജ്യം മാറി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടത് എന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എങ്ങനെയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു നമ്മയെല്ലാം അദ്ദേഹത്തിന്റെ മാർഗം പിൻപറ്റുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ് ഇബാദുല്ലാഹ്. അവരെ വിട്ടേച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തുകൊണ്ട് ആ ദുആ അവസാനിക്കുന്നത് ലഅല്ലഹും യസ്കുറൂൻ, അല്ലാഹുവേ അവർക്ക് നീ ആഹാരം നൽകണം, ഉപജീവനം നൽകണം എന്നൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരുപക്ഷെ അവർ നന്ദിയുള്ള ആളുകളായേക്കാം എന്നുകൂടി ആ പ്രാർത്ഥനയുടെ അവസാനമായി നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായി നമ്മൾ മാറണം. ഇബ്രാഹിം നബി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞത് വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. പ്രാരാബ്ദം പറയുന്നവരാണ് നമ്മളെല്ലാം, ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയുന്നവരാണ്. നമ്മുടെ നന്മകളും അനുഗ്രഹങ്ങളുമാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. മക്കളെ തന്നില്ലേ, കുടുംബം തന്നില്ലേ, ചെറിയൊരു കൂരയാണെങ്കിലും മഴ കൊള്ളാതെ ഉറങ്ങാൻ കഴിയുന്നില്ലേ, ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുന്നില്ലേ, ജോലിയെടുക്കാൻ കഴിയുന്നില്ലേ, ചിന്തിക്കാൻ കഴിയുന്നില്ലേ, കാണാൻ കഴിയുന്നില്ലേ, ആസ്വദിക്കാൻ കഴിയുന്നില്ലേ, ചിരിക്കാൻ കഴിയുന്നില്ലേ. അനുഗ്രഹങ്ങളെ നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും അല്ല പറയേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക്, ഏത് കാര്യത്തിലായിരുന്നാലും നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ മേലെയുള്ളവരിലേക്ക്. എന്റേത് ഓടിട്ട വീടാണ്, അവിടെ വാർപ്പ വീടാണ്, അങ്ങനെയല്ല, എന്റേത് ഓടിട്ട വീടാണ്, അതുപോലും ഇല്ലാത്തവരുണ്ട്. അങ്ങനെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, മേൽപോട്ട് നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾ നിങ്ങൾക്ക് നിസാരമായിട്ട് തോന്നാതിരിക്കാൻ, നിങ്ങൾക്ക് വലുതായി തോന്നാൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. അതുകൊണ്ട് നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. പ്രയാസപ്പെടുന്നവരെ നോക്കിയാൽ, കണ്ണില്ലാത്തവരെ നോക്കിയാൽ, നടക്കാൻ പറ്റാത്തവരിലേക്ക് നോക്കിയാൽ, വീടില്ലാത്തവരിലേക്ക് നോക്കിയാൽ, തൊഴിലെടുക്കാൻ പറ്റാത്തവരിലേക്ക് നോക്കിയാൽ, തൊഴിലില്ലാത്തവരിലേക്ക് നോക്കിയാൽ, അള്ളാഹു എനിക്ക് നൽകിയ വലിയ നിഅമത്തുകളെ കുറിച്ചുള്ള അഭിമാനം എനിക്കുണ്ടാകും, വിനയമുണ്ടാകും, ഖാനിത്തായി മാറാൻ കഴിയും, ഹനീഫായി മാറാൻ കഴിയും, മുസ്ലിമായി മാറാൻ കഴിയും. അതിനെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പഠിക്കണം, പിൻപറ്റണം എന്ന് നമ്മോട് പറഞ്ഞത്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.